ബട്ടർഫ്ലൈ ഗേൾ എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് രണ്ടുപേര് നമ്മുടെ കൂടെയുണ്ട്, അൻവർ, അനുപ്രഭ. അപ്പോൾ ബട്ടർഫ്ലൈ ഗേൾ ഇപ്പൊ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. കുറെ കാലമായി നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു. അത് ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയി കുറെ അവാർഡ്സ് കിട്ടി. അപ്പോൾ നിങ്ങൾ കുറെ പുതിയ ആളുകൾ, ഇന്ന് നിങ്ങളാരും പുതിയതല്ല അല്ലെ, ഈ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ പലരും പുതിയ ആളുകളായിരുന്നു. അപ്പോൾ അൻവർ തന്നെ തുടങ്ങാം. അൻവർ, എന്താണ് ബട്ടർഫ്ലൈ ഗേൾ? അൻവറിന്റെ ഒരു ക്യാരക്ടർ എന്താണ് അതിൽ? അതില് നായികയായിട്ട് ചെയ്തിട്ടുള്ളത് ധന്യ നാഥാണ്. ധന്യയുടെ അതാണ് അതിന്റെ ക്യാരക്ടർ. അവളുടെ കൂടെ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് സിനിമയിലേക്ക് കൂടെ ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ ആ ഒരു കേരളത്തിലല്ല പുള്ളി എടുത്തിട്ടുള്ളത്. പുള്ളി വേറൊരു പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്തത്. വർക്ക് ചെയ്യുന്നവരെ പുള്ളിയുടെ ആഡ്സിൽ വർക്ക് ചെയ്തതാണോ? ആഡ്സിലൊക്കെ പുള്ളിയുടെ ലാൽബാഗ് മൂവിയിൽ ഞാൻ അതിലൊക്കെ അപ്പൊ അങ്ങനെ വലിയൊരു പ്രൊജക്ട് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ലോക്ക്ഡൌണിന്റെ സമയത്ത് അതൊന്ന് കുറച്ച് മാറ്റി വെച്ചു. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ തുടങ്ങിയ പടാണത്. പിന്നെ ഒരു ദിവസം പുള്ളിയിട്ട് പറഞ്ഞ ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഷൂട്ടിങ്ങിന്, കുറച്ചൊക്കെ ഷോ ചെയ്യാനൊക്കെ. അപ്പൊ ആ സമയം പുള്ളി ആ ഗ്യാപ്പിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്ത മൂവിയാണ്. എന്നിലേക്ക് എത്തിയത് കുറച്ച് യുവങ്ങളായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളാണ്. അങ്ങനെ കുറെ പേര് നമ്മുടെ ആക്ലാബ് അനുപ്രഭൊക്കെ അങ്ങനെ വന്നത്. ആക്ലാബിലൂടെ പേര് ഓഡീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് പുള്ളിന്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ എന്നോട് ഓഡീഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓഡീഷൻ അങ്ങനെയാണ് ത്രൂ ഔട്ട് റോളാണ് തോന്നുന്നു അല്ലെ? ധന്യയുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെയാണ്. അനുവിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നതിൽ ഫ്രണ്ട് ആയിട്ട് തന്നെയല്ലേ? അറിയുന്ന ആൾക്കാര് അവരുടെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് അത് പിന്നെ നമ്മളെ ഒരു പടമായി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സംഭവം. നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റാനുള്ളത്. ഷാം സാർ തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. ഷാം അപ്പൊ തന്നെ എനിക്കറിയാം ഞങ്ങള് ആക്ലാബാണ്. അപ്പോ നിങ്ങളൊക്കെ ആക്ട് ലാബ് ആക്ട് ലാബ് പ്രൊഡക്ട്സ് ആണ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ അറിയാം. എന്നാലും നമ്മള് ഒരു സിനിമയിലേക്ക് ആവുമ്പോ കാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് പെർഫെക്റ്റ് ആയിരിക്കുന്നല്ലോ. അങ്ങനെ നോക്കി തന്നെ സാറ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ക്യാരക്ടറിന്റെ ധന്യയുടെ ഫ്രണ്ട്സ് സർക്കിളിൽ വരുന്ന ഒരാളായിട്ട് തന്നെയാണ്. നന്നായിട്ട് ചെയ്യാൻ പറ്റി. എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എത്രാമത്തെ സിനിമയാണ്? ഫസ്റ്റ് മൂവി ഏതായിരുന്നു? തൊട്ടപ്പനായിരുന്നു. ലാസ്റ്റ് ചാനലുകളിലൊക്കെ നോക്കാൻ പല്ലുട്ടി പ്രിൻസ് ആൻഡ് ഫാമിലി അല്ലേ? ചെറുതായി ഇത് പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മ പോലെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അന്ന് പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു ഫ്ലാറ്റില് ഒരു എന്താ പറയാ, കോവിഡിന്റെ ആ ഒരു ടൈമിലൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് അല്ലെ? എനിക്കൊന്ന് ഇതിന്റെ ടെക്നീഷ്യൻസ് ആണെങ്കിലും നിങ്ങളുടെ ഒരു ക്യാമറാമാനും അല്ലെ, എഡിറ്റേഴ്സ് അനിൽ വിജയ്, സുനീഷ്, എല്ലാവരും ഒരു സൗഹൃദ കൂട്ടായ്മ എന്നാണ്. ആ ഒരു ഓർമ്മ ഇപ്പൊ കുറച്ചായല്ലോ. അന്ന് ഒരു കോവിഡ് സമയത്ത്, ഈ പറഞ്ഞ കോവിഡ് സമയത്തായിരുന്നു തുടങ്ങിയത്. കോവിഡ് സമയത്താണ്. പിന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിന്റെ ഷെഡ്യൂൾ തിരുപ്പൂരായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയം എടുത്ത് ചെയ്തതാണ്. കാരണം എല്ലാവർക്കും ഒരു കംഫർട്ട് ആയിട്ടുള്ള സമയത്ത് നോക്കി ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മളിത് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ഒരു സർക്കിളിൽ നിന്ന് എല്ലാവരും അങ്ങോട്ടും എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും അല്ലെ? അങ്ങനെ തന്നെയായിരുന്നു അല്ലെ? അതൊരു ഫാമിലി പോലെ, ഫാമിലി തന്നെ ശരിക്കും. അതിനാണ് ഇവിടെ ഫ്ലാറ്റിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സഹകരിച്ച് ചെയ്തിരിക്കുക. എങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റിഹേഴ്സൽ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങളൊരു ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടോറിയൽ ഫിലിം തന്നെയാണ്. ഒരു വ്യൂ ഉണ്ട്. പുള്ളി പറഞ്ഞു തരും കറക്റ്റ് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത് പെർഫെക്റ്റ് ആയിരിക്കും. അതിന്റെ വിഷൻ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്, ആരെ ചെയ്യിപ്പിക്കണം എന്നുള്ളത്, മീറ്റർ എന്താണ് ഒക്കെ അറിയാം.